Good morning, students. Okay, once again, we'll come back to social science class. Last class, we have discussed the fundamental rights, which ensures the rights of the Indian citizens. And we know that our constitution or the preamble of Indian constitution ensures some socio-political and economic objectives. And we know that in order to achieve these objectives, some provisions also included in our constitution. Among these provisions, the first one is we already discussed that's the fundamental rights. Okay, the next provisions, as we know, directive principles and fundamental duties. അല്ലേ, നേരത്തെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശങ്ങളും അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞ ആ ഒബ്ജക്റ്റീവ്സ് ഉറപ്പുവരുത്താൻ വേണ്ടി ചില പ്രൊവിഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ പഠിച്ചതാണ്. ആ പ്രൊവിഷൻസാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ. അതുപോലെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. അതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ, അല്ലേ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതിൽ വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അല്ലേ, പ്രധാനപ്പെട്ട 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ, അല്ലേ. യുവർ ടെക്സ്റ്റ് ബുക്ക് ഹിയർ ഇസ് എ കൊളാഷ്. ഇറ്റ്സ് ആക്ഷൻ പ്ലാൻ ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഗവൺമെൻറ് ഡിക്ലെയർഡ് റിബേറ്റ് ഫോർ ഖാദി പ്രോഡക്ട്സ്. Pan masala prohibited. Some news titles in your textbook. Here is a collage. Which are the areas mentioned in the given collage? One is given. This is related to this action plan for plastic waste treatment. This is related to what? Environmental protection, as we know. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ടൈറ്റിലാണത്, അല്ലേ. ഏത്? ആക്ഷൻ പ്ലാൻ ഫോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ദെൻ ദി അനദർ വൺ ഇസ് ഗവൺമെൻറ് ഡിക്ലെയർഡ് റിബേറ്റ് ഫോർ ഖാദി പ്രോഡക്ട്സ്. ദിസ് ടൈറ്റിൽ റിലേറ്റഡ് ടു വാട്ട്? ഇറ്റ്സ് റിലേറ്റഡ് ടു ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻഡിജിനസ് ഇൻഡസ്ട്രി ഓർ എന്താ പറയുക, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം, അല്ലേ. ലൈക്ക് ഹിയർ ഇവിടെ തന്നത് എന്താ? ഖാദി പ്രോഡക്റ്റുകളെ സംരക്ഷണം. അതിന് ചില റിബേറ്റുകൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്, അല്ലേ. റിലേറ്റഡ് ടു ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻഡിജിനസ് പ്രോഡക്ട്സ്, അല്ലേ. ദെൻ ദി നെക്സ്റ്റ് വൺ ഇസ് പാൻ മസാല പ്രൊഹിബിറ്റഡ്, അല്ലേ. പലതരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളും ഉണ്ട്, അത് പ്രൊഹിബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ദി ന്യൂസ് ടൈറ്റിൽ. സോ റിലേറ്റഡ് ടു വാട്ട്? ഈ പറഞ്ഞത് ഏതാ? ഈ നേരത്തെ പറഞ്ഞ എൻവിറോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ, അതുപോലെ ഈ പറയുന്ന ഏതാ ഈ പാരമ്പര്യ ഉൽപ്പന്നങ്ങളുടെ സംരക്ഷണം, അതുപോലെ മനുഷ്യൻ്റെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത ഹെൽത്ത് ഓഫ് ദി പീപ്പിൾ ഓർ ഇൻ ഷോർട്ട് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, അല്ലേ. ഓൾ ദീസ് ആർ റിലേറ്റഡ് ടു directive principles. The constitution directs the central and state governments to organize and implement programs like this. All these are included in the directive principles. നിർദ്ദേശക തത്വങ്ങൾ, അല്ലേ. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് അവകാശങ്ങളല്ല, മറിച്ച് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി വെൽഫെയർ ഓഫ് ദി
പീപ്പിൾ ഓർ വെൽഫെയർ ഓഫ് ദി സിറ്റിസൺസ് അല്ലേ. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതാത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റുകൾക്ക് കാലത്തിനനുസരിച്ച് ആ രാജ്യത്ത് നടപ്പിലാക്കാം അല്ലേ. ഈ നടപ്പിലാക്കേണ്ട ഇത്തരം കാര്യങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദീസ് directive principles includes the part 4 of the Indian Constitution. As we know, the fundamental rights included in the part 3 of the Indian Constitution. On the other hand, the directive principles included part 4 of the Indian Constitution, and socio-economic and political programs which are helpful for the creation of a welfare state are included in this directive principle for the growth of the state or for the growth of the country, for the development of the country. This directive, the things included in the directive principles, the implementation of these directive principles is a must അല്ലേ. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ലോകരാജ്യങ്ങൾക്കിടയിൽ രാജ്യത്തിൻ്റെ പുരോഗതി വർദ്ധിപ്പിക്കാൻ ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളുടെ മെച്ചപ്പെടലുകൾക്ക് ഈ പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് രാജ്യത്ത് നടപ്പിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലേ. ആൻഡ് ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, ഓൾ ദീസ് ആർ ഡയറക്ഷൻസ്, ഓൾ ദീസ് ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്, ഇതിൻ്റെ പേര് തന്നെ എന്താ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് പറഞ്ഞത് അല്ലേ. ആസ് ദി നെയിം, ഓൾ ദീസ് ആർ ദി ഡയറക്ഷൻസ്. ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാം, അതാത് കാലഘട്ടങ്ങളിൽ അതാത് ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്ത് ആ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് രാജ്യത്ത് നടപ്പിലാക്കാവുന്നതാണ്. ആൻഡ് ദീസ് ആർ ദി ഡയറക്റ്റീവ് ടു ദി സ്റ്റേറ്റ് വിച്ച് ആർ ടു ബി കൺസിഡേർഡ് വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് plans. When we formulate a plan or policy, each and every government always try to include these directive principles അല്ലേ. ഏതൊരു ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിൻ്റെ പോളിസികളും നയങ്ങളുമൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശക തത്വങ്ങൾ പലപ്പോഴും അല്ലെങ്കിൽ പരമാവധി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ഡയറക്ഷൻസ് ആണ്, നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിന് രാജ്യ താല്പര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. സർട്ടൻ റൈറ്റ്സ് വിച്ച് വർ ഇമ്പോസിബിൾ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ. അത് ചില റൈറ്റുകൾ എന്തല്ല ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നിർവാഹമില്ല. അങ്ങനത്തെ ചില റൈറ്റുകൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ രാജ്യത്തിനത് ആവശ്യ സമയത്ത് നടപ്പിലാക്കാം. There is no provision to approach the court for the enforcement of directive principles. There is no power or no provision when while we are discussing about the fundamental rights. If the fundamental rights are violated, we can approach the Supreme Court or High Court to enforce the fundamental rights. That's a provision. That's a fundamental right. This is also again a fundamental right to constitutional remedies. ഈ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അക്കോർഡിംഗ് ടു BR അംബേദ്കർ അദ്ദേഹം പറഞ്ഞത് എന്താ, ദിസ് ഈസ് ദി ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് അല്ലേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹേർട്ട് ആൻഡ് സോൾ ആണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതെന്തിനു വേണ്ടിയുള്ള, if the fundamental rights are violated, we can approach the Supreme Court or High Court. While on the other hand, here there is no provision to approach the court for the enforcement of directive principles. ഇവിടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയില്ല, സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോടതിയെ സമീപിക്കാൻ അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സാധ്യമല്ല.
നേരെ മറിച്ച് അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ്. ആൻഡ് ഹിയർ ഈസ് മഹാത്മാഗാന്ധി ഓൾസോ ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സം ഐറ്റംസ് ലൈക്ക് അക്കോർഡിംഗ് ടു ഹിം ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ടായി അല്ലേ, പഞ്ചായത്തി രാജ് സിസ്റ്റത്തിലൂടെ ഇന്ത്യയിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലേ, ഇൻ ഷോർട്ട്. അപ്പോൾ അത് നടപ്പാക്കി കഴിഞ്ഞു അല്ലേ. ദാറ്റ്സ് വൺ ഓഫ് ദി എന്താ പറയുക എയിം ഓഫ് മഹാത്മാഗാന്ധി. വൺ ഓഫ് ദി എയിം വാസ് മഹാത്മാഗാന്ധി അല്ലേ, ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്. ദെൻ പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലേ. ഒരു എന്താ പറയുക, രാജ്യത്തെ പരമ്പരാഗതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെയൊക്കെ പുരോഗമനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആ കോട്ടേജ് ഇൻഡസ്ട്രികളെ പരിപോഷിപ്പിക്കണമെന്നായിരുന്നു ഈ പറയുന്ന ഗാന്ധിജിയുടെ താല്പര്യം. അത് ഈ പറയുന്ന ഡയറക്റ്റീവ് പാർട്ട് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ദെൻ പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റാൻസസ്, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റാൻസസ് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താ ഈ ലഹരി വസ്തുക്കളുടെ നിരോധനം, ലഹരി പദാർത്ഥങ്ങൾ നിരോധിക്കുക എന്ന് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അല്ലേ. ഗാന്ധിയന്മാർ അല്ലേ, ഗാന്ധിജിയുടെ ആശയം ഉൾക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആൾ പലപ്പോഴും ഈ മദ്യനിരോധനത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അത് വൺ ഓഫ് ദി എയിം ഓഫ് മഹാത്മാഗാന്ധി. പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റാൻസസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. And there is an invisible relationship between these fundamental rights and directive principles. Directive principles are to be implemented for the realization of fundamental rights in its full sense. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ എന്ത് കൂടിയേ തീരൂ? ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ നിർബന്ധമാണ് അല്ലേ. ആസ് എ ക്രൈറ്റീരിയൻ വിച്ച് ഹെൽപ്ഡ് ദി ഇവാലുവേഷൻ ആൻഡ് ബെറ്റർമെൻറ്റ് ഓഫ് ദി ഗവൺമെൻറ് ആക്ടിവിറ്റീസ്, നോ വൺ ക്യാൻ ഡിനേ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലേ. ആർക്കും ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാൻ സാധ്യമല്ല. ദിസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഇസ് വൺ ഓഫ് ദി provision to achieve the objectives which included in the preamble of Indian Constitution. First one is fundamental right, then directive principles, and the last one is fundamental duties. This is the last provision which included in the Indian Constitution to achieve the objectives included in the preamble of Indian Constitution. Fundamental duties, fundamental rights നമുക്കറിയാം അവകാശങ്ങളാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലേ കടമകളാണ്. അങ്ങനെ ഇങ്ങോട്ട് ചില അവകാശങ്ങൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചില അവകാശങ്ങൾ ചില കടമകൾ തിരിച്ച് ചെയ്യണം അല്ലേ, ചില കാര്യങ്ങൾ. Here is a checklist. I stand up while the national anthem is being sung. This is one of the fundamental duty. എന്താണ്? Stand up while the national anthem is sung, then is being sung. Then I realized that historical monuments are to be protected. So one of the another duty to protect the historical monuments of India. Then I try to foster cordiality among the people. This is another duty of the Indian citizens. എന്താണ്? To protect the unity of the Indian people. Then I protect the unity and the integrity of the nation. രാജ്യത്തിൻ്റെ ഈ ഐക്യവും അഖണ്ഡതയും ഒക്കെ നിലനിർത്തണം. അത് ഞാൻ നിലനിർത്തും, അത് ഓരോരുത്തരും നിലനിർത്തണം. ദാറ്റ്സ് അനദർ ഡ്യൂട്ടി ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. ആൻഡ് പ്രൊട്ടക്ട് ദി എൻവയോൺമെൻറ്റ് അല്ലേ, പ്രൊട്ടക്ട് ദി നമ്മുടെ പരിസരം, നമ്മുടെ ചുറ്റുപാട് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അത് അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഈ പറയുന്ന എന്താ പറയുക വൺ ഓഫ് ദി ഡ്യൂട്ടി അല്ലേ ഓഫ് ദി ഇന്ത്യൻ സിറ്റിസൺസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിയർ ഈസ് ദി സർട്ടൻ ഡ്യൂട്ടീസ് വിച്ച് ആർ ഹാവ് ടു ബി പെർഫോം ആർ ഗിവൺ ഇൻ ദി എബവ്, ആൻഡ് അലോങ് വിത്ത് ദി എൻജോയ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ടു ബി പെർഫോംഡ് ബൈ ദി ഇന്ത്യൻ സിറ്റിസൺസ് അല്ലേ. And along the enjoyment of fundamental rights, നമ്മൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യണം? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ടു ബി പെർഫോംഡ്
അല്ലേ? നമ്മൾ എന്ത് പെർഫോം ചെയ്യണം? ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ ലൈക്ക് ദി എബോവ് സ്റ്റാൻഡ് അപ്പ് while the national anthem is being sung, or the fundamental duties like protect the environment, protect the historical monuments of India, and so on. All these are performed by the Indian citizens. അല്ലേ? ഏതിൻ്റെ ഒപ്പം? ഈ ഫണ്ടമെന്റൽ റൈറ്റുകൾ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള ഡ്യൂട്ടികളും നമ്മൾ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി പാർട്ട് 4 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലൈക്ക് ദാറ്റ് ഹിയർ ഈസ് ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് പാർട്ട് 4A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഇൻക്ലൂഡഡ് in part 4A of the Indian Constitution, and certain duties are to be performed by citizens towards states to protect the unity and integrity of the nation. These duties are called fundamental duties in short. അല്ലേ? ഇൻ ഷോർട്ട് നമുക്ക് എന്താ പറയാം? ചുരുക്കി പറഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടി വി ക്യാൻ എക്സ്പ്ലെയിൻ ഓർ വി ക്യാൻ ഡിഫൈൻ ഇൻ എ സിംഗിൾ സെന്റൻസ് ലൈക്ക് ദി ഡ്യൂട്ടീസ്. അല്ലേ? വിച്ച് ആർ ദി ഡ്യൂട്ടീസ്? ദി സർട്ടൻ ഡ്യൂട്ടീസ് ആർ ടു ബി പെർഫോംഡ് ബൈ ദി സിറ്റിസൻസ് ടുവേർഡ്സ് ദി സ്റ്റേറ്റ്. സർട്ടൻ ഡ്യൂട്ടീസ് ആർ ടു ബി performed by the citizens towards the states are called fundamental duties. For what? To protect the unity and integrity of the nation. To protect the unity and integrity of the nation. അല്ലേ? രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താൻ രാജ്യത്തിലെ ഓരോ സിറ്റിസൺസും ചില കടമകൾ രാജ്യത്തിന് വേണ്ടി ചെയ്യണം. These duties are called fundamental duties which are included in the part 4 of the Indian Constitution. And when the state provides us right and protection, it is our duty to abide the constitution, to develop cordiality among the citizens and provide help for the betterment of the nation. For the betterment of the nation, we have to be performed all these duties. Accomplishing the fundamental duties in this manner will create a better society, and this result will reach everyone. In effect, the fundamental duties can be considered as the responsibilities which the individual have to perform towards themselves. അല്ലേ? ഓരോരുത്തരും എന്ത് ചെയ്യണം? Themselves we have to perform all these duties for the betterment of the country, for the betterment of our nation. അല്ലേ? along with the enjoyment of the fundamental rights. Fundamental റൈറ്റ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഡ്യൂട്ടികൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദി നേഷൻ. ആൻഡ് സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് and fundamental duties, and they have great influence on the survival of our nation and society. Through the fundamental rights and directive principles, the nation tries to ensure maximum freedom and the welfare of the people, or the public welfare. Along with this, the duties which we have to perform towards the state prescribed in the fundamental duties. In short, all these are we have discussed in this chapter. That is the provisions ensured by the Indian Constitution to achieve the objectives which mentioned in the preamble of Indian Constitution, like the economic objectives, like the social and political objectives. Okay? Clear? Okay, let's conclude today's class. Thank you.